കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം രവീന്ദ്രൻ ലതയെ നോക്കി. ലതയുടെ മുഖം ആകെ മങ്ങിയിട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ അജയെ നോക്കി, പിന്നെ കിച്ചുവിനെയും. കിച്ചു, നിനക്ക് അമ്മുവിനെയും കൊണ്ട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങാം. രവീന്ദ്രന്റെ ഭാവമാറ്റത്തിൽ എല്ലാവരും പകച്ചുപോയി. അജയ് അച്ഛനെ തുറച്ചു നോക്കി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഏത് സാഹചര്യത്തിലായാലും അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ? അമ്മു അജയുടെ ഭാര്യയല്ലേ? രാകേഷ് നീരസത്തോടെ ചോദിച്ചു. ഞങ്ങളുടെ ആരുടെയോ അറിവോ സമ്മതവും ഇല്ലാതെ നടന്ന ഈ വിവാഹം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതിൻ്റെ ഉറച്ച തീരുമാനമാണ്. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യേണ്ട. നീ പേടിച്ചതുപോലെ തന്നെ ആയല്ലോ കിച്ചു. തൽക്കാലം ഇവരുടെയൊക്കെ ദേഷ്യം ഒന്ന് തണുക്കുന്നത് വരെ അമ്മുവിനെ നീ ഇവിടെ നിർത്തണ്ട. വാ പോവാം. സച്ചി കിച്ചുവിനോട് പറഞ്ഞപ്പോൾ കിച്ചു അമ്മുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് പോകാനായി തിരിഞ്ഞു. അവൾ എങ്ങോട്ടും പോകുന്നില്ല. അവൾ നിൽക്കേണ്ടത് ഇവിടെയാണ്. അജയ് മുന്നോട്ട് വന്ന് അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് രവീന്ദ്രന്റെ മുന്നിൽ വന്നു നിന്നു. അവൻ്റെ പുതിയ ഭാവത്തിൽ എല്ലാവരും പകച്ചു നിൽക്കുകയായിരുന്നു. അച്ഛൻ ആരെയാണ് ഇറക്കി വിടാൻ നോക്കുന്നത്? അമ്മു എന്തിനാ ഇനിയും കിച്ചുവേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്? അവൾ നിൽക്കേണ്ടത് ഇവിടെയാണ്. എൻ്റെ പെണ്ണായവൾ. അഗ്നിസാക്ഷിയാക്കി ഞാൻ താലികെട്ടിയ എൻ്റെ പെണ്ണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏത് സാഹചര്യത്തിൽ താലി കെട്ടിയെങ്കിലും മരണം വരെ അജയ് മേഘവർഷയെ സംരക്ഷിക്കും. അമ്മുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് അജയ് ഉറപ്പോടെ പറഞ്ഞപ്പോൾ രാകേഷും സച്ചിയും ഒരു പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. രാഖി പുച്ഛത്തോടെ ഹരിയെ നോക്കി. അവൻ തല കുനിച്ച് നിന്നുപോയി. കിച്ചു അജയ്യെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സുലോചന കണ്ണു തുടച്ച് അവരെ നോക്കി. എങ്കിൽ പിന്നെ നീ ഇറങ്ങിക്കോ ഇവിടുന്ന്. അമ്മു ഇവിടെ നിൽക്കട്ടെ. ഇത്തവണ അജയ് വാ തുറന്ന് രവീന്ദ്രനെ നോക്കി. രവീന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ വന്ന് രണ്ടാളെയും ചേർത്ത് പിടിച്ചു. നിന്റെ വായിന്ന് ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്നുവരെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിച്ച നിനക്ക് ഈ വിവാഹവും ഒരു തമാശയായിരിക്കുമോ എന്ന് ഭയന്നിട്ടാ ഞാൻ നിന്നെ പരീക്ഷിച്ചു നോക്കിയത്. നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ കേട്ട് അച്ഛന് ഒരുപാട് ഇഷ്ടമായടാ മോനെ. അമ്മു ഇവിടെ ആദ്യമായി വന്ന നാൾ മുതൽ നിന്റെ പെണ്ണായി അവളെ കാണാൻ ആഗ്രഹം തോന്നി തുടങ്ങിയതാ നിന്റെ അമ്മയ്ക്കും എനിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹം ഇങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിലും അമ്മുവിനെ നിനക്ക് തന്നെ കെട്ടിച്ചു തരാൻ ഞാൻ കിച്ചുവിനോട് പറയാനിരിക്കുകയായിരുന്നു. അജയ് സന്തോഷത്തോടെ രവീന്ദ്രന്റെ കവളിൽ ആഞ്ഞു കടിച്ചു. പക്ഷേ അമ്മുവിനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സുലോചന പറഞ്ഞപ്പോൾ എല്ലാവരും സുലോചനയെ നോക്കി. ഇവരുടെ കല്യാണം കഴിഞ്ഞുവെന്നേ നമുക്കറിയൂ. അതിനൊരു തെളിവ് പോലുമില്ല. ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. അമ്മുവിൻ്റെ വിവാഹം നാടറിഞ്ഞ് നടത്തണമെന്നത് ഏട്ടൻ്റെ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നടത്തണമെന്നാണ് ഞാൻ കരുതുന്നത്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? കിച്ചു സംശയത്തോടെ സുലോചനയെ നോക്കി ചോദിച്ചു. അമ്മുവിനെയും കുട്ടി നാളെ തന്നെ നാട്ടിലേക്ക് പോകണം. നമ്മുടെ വിഷ്ണുനാരായണൻ്റെ നടയിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തണം. ഇതാണ് എൻ്റെ തീരുമാനം. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? എനിക്കുണ്ട്. വീർപ്പിച്ചു വെച്ച മുഖവുമായി അജയ് പറഞ്ഞപ്പോൾ കിച്ചു അവനെ സൂക്ഷിച്ചു നോക്കി. ഇനി വീണ്ടും കേട്ടാൽ എനിക്ക് വയ്യ. അജയ് മുഖം വീർപ്പിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. നീ വടി വേണേ. അമ്മുവിനെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകാനാ അജയെ രാകേഷ് പിന്നിൽ നിന്ന് വിളിച്ചു. മോനെന്നാടെ നിന്നേ. ഇത്രയും ധൃതി വേണ്ട. അല്ല അമ്മു അവൻ്റെ അഭിപ്രായമാണോ നിനക്കും? രാകേഷ് ചോദിച്ചപ്പോൾ അമ്മു കിച്ചുവിനെ നോക്കി. അജയുടെ കൈവിട്ട് അമ്മു കിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹം എന്താണോ അതാണ് എൻ്റെ ആഗ്രഹം. പറ കൊച്ചേട്ടാ, എൻ്റെ വിവാഹത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഈ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. കിച്ചു കണ്ണ് നിറച്ച് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അമ്മ പറഞ്ഞതുപോലെ നാട്ടിൽ വെച്ച് നാടറിഞ്ഞൊരു കല്യാണം, അതാണ് എൻ്റെയും ആഗ്രഹം. നിറഞ്ഞ സദസ്സിന് മുന്നിൽ വെച്ച് അമ്മുവിൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിനക്ക് ഇവളെ കൈപിടിച്ചു തരും. അതുവരെ എൻ്റെ പൊന്നുമൊന്ന് ക്ഷമിക്ക്. കിച്ചു കളിയാക്കിയപ്പോൾ അജയ് ചവിട്ടിത്തുള്ളിപ്പോയി സോഫയിലിരുന്നു. മാധുരി ഇതെല്ലാം കണ്ട് ചിരിയോടെ കണ്ണുകൾ തുടച്ചു. അയ്യേ, ഈ ചെറുക്കൻ്റെ കാര്യം. നിന്റെ കസ്തൂരി മാമ്പഴത്തെ ആരും കൊത്തിക്കൊണ്ട് പോവില്ലടാ. എന്നാൽ നമുക്കിറങ്ങാൻ കിച്ചു, സമയം ഒരുപാടായി. സച്ചി വാച്ചിൽ നോക്കി പറഞ്ഞപ്പോൾ അമ്മു ശില്പയോടും ലതയോടും രവീന്ദ്രനോടും യാത്ര പറഞ്ഞു. നിളമോൾ നല്ല ഉറക്കമായിരുന്നു. പോകാൻ നേരം അമ്മു ഒന്ന് തിരിഞ്ഞു നോക്കി. വീർത്ത മുഖത്തോടെ ഇരിക്കുന്ന അജയ്യെ കണ്ട് അവൾക്ക് ചിരി വന്നു. രണ്ടാളെയും തനിച്ചു വിട്ട് മറ്റുള്ളവർ കുറച്ചു സമയം മാറി നിന്നു. അമ്മു അവൻ്റെ അരികിൽ വന്നു നിന്ന് കവിളിലൊന്ന് കുത്തി. അജയ് അവളുടെ കൈ തെട്ടി എറിഞ്ഞു. ശരി, എന്നാൽ ഞാൻ പോവാം. അമ്മു അതും പറഞ്ഞ് തിരിഞ്ഞതും അജയ് അവളെ വലിച്ച് അവൻ്റെ മടിയിലേക്കിട്ടു. അമ്മു പകപ്പോടെ അവനെ നോക്കി. അവൻ്റെ ഭാവമാറ്റത്തിൽ അമ്മു പകപ്പോടെ ഇരുന്നു. അവൾ വേഗം അവനിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. സൂക്ഷിച്ചു നോക്കിയാൽ അജയ്യുടെ കണ്ണുകളിൽ നീർത്തിളക്കം കാണാം.
ഈ വിരഹം ക്ഷണികമല്ലേ, എന്നെന്നും നീ എന്നരികിലില്ലേ. അമ്മ കുസൃതിയോടെ പാടിക്കൊണ്ട് ഓടിപ്പോയി. അജയ് പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ സോഫയിൽ ചാരിക്കിടന്നു. ഞാൻ നിന്നെ ഒരുപാട് ഇപ്പോൾ പ്രണയിക്കുന്നുണ്ട് പെണ്ണെ. നീ ഇല്ലാത്ത ഓരോ മാത്രകളും എന്നിൽ വിരഹത്തിൻ്റെ തീക്കാറ്റ് വിതയ്ക്കും. നീ വരുവോളം ഞാൻ കാത്തിരിക്കും. എന്നാലും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹരി. എല്ലാം ഒരു നിയോഗമാണ്. അല്ലെങ്കിൽ അമ്മ ഇവിടെ എത്തില്ലല്ലോ. ആളുമാറി തട്ടിക്കൊണ്ട് പോവുക, അജയ് അവളെ രക്ഷപ്പെടുത്താൻ പോവുക, ഗുജറാത്തിൽ വെച്ച് അവരുടെ വിവാഹം നടക്കുക. ഒരു സിനിമ പോലെ ഫീൽ ചെയ്യുന്നു. എന്തായാലും അമ്മുവിന് എന്തുകൊണ്ടും ചേർന്ന പയ്യനാ അജയ്. സാഹചര്യം കൊണ്ട് വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അജയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മു ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. രാഖി പറയുന്നത് ഓരോന്നും കേട്ട് ഹരി നിശബ്ദനായി കിടന്നു. ദിവസങ്ങൾക്ക് ശേഷം കിച്ചുവിൻ്റെ മാറിലെ ചൂടുപറ്റി ഒരു കുഞ്ഞിക്കിളിയെപ്പോലെ അമ്മു സമാധാനമായി ഉറങ്ങി. അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് കിച്ചു ഓരോന്നും ഓർത്ത് കിടന്നു. അവൾ ഉറങ്ങിയോടാ? സുലോചന അവരുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഉറങ്ങിക്കോട്ടെ. എത്ര ദിവസമായി അലച്ചിലായിരുന്നു. സുലോചന അവളുടെ കയ്യിൽ തഴുകിക്കൊണ്ടിരുന്നു. എന്താ കിച്ചു ഇനിയുള്ള പരിപാടി? എന്നാ നാട്ടിലേക്ക് പോകുന്നത്? അവിടെ പോയി എല്ലാം ഏർപ്പാട് ചെയ്യണ്ടേ? അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിക്കണ്ടേ? എന്തായാലും 2 ദിവസം കഴിയട്ടെ. മുഹൂർത്തം നോക്കിയിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. സന്തുവും ഫൈസിയും നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങൾ. അമ്മയോടെ കടന്നു. ചില നേരം കുഞ്ഞോൾക്ക് കൊച്ചു കുട്ടികളുടെ പെരുമാറ്റമാണ്. ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണം. ഞാൻ ഇനി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. വിങ്ങിലടക്കി പിടിച്ച് കിച്ചു പറഞ്ഞപ്പോൾ സുലോചനയും കണ്ണ് നിറച്ചു നോക്കി. അമ്മു രാവിലെ ഉറക്കമുണർന്നപ്പോൾ മാധുരി അവളുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. ചേച്ചി. അമ്മു അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. മാധുരി പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ചേച്ചി അങ്ങനെ ഏട്ടൻ്റെ കൂടെ? ഞാൻ പോയതിനു ശേഷം അവിടെ എന്താ സംഭവിച്ചേ? മോൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഉടനെ തന്നെ മോളുടെ ഏട്ടനും ആ പോലീസ് സാറും രാകേഷ് സാറും എത്തി. പക്ഷേ അപ്പോഴേക്കും മോൾ ഓടിപ്പോയിരുന്നു. രത്തനെ അറസ്റ്റ് ചെയ്തു. പസ്വാനെ സച്ചി സാർ കൂടെ കൂട്ടി. ആ രാത്രിയിൽ എന്നെ എങ്ങോട്ടും വിടാതെ മോളുടെ ഏട്ടൻ കൂടെ കൂട്ടി. മോള് വരുന്നതുവരെ എങ്ങോട്ടും ഓടിപ്പോകരുതെന്നും പറഞ്ഞു. ചേച്ചി ഇനി എവിടെയും പോകണ്ട, ഇവിടെ നിന്തോ. അമ്മു മാധുരിയെ വീണ്ടും കെട്ടിപ്പിടിച്ചു. മാധുരി അവളുടെ കഴുത്തിലേക്ക് നോക്കി. പറ്റിച്ചേർന്ന് കിടക്കുന്ന മംഗൾസൂത്ര അവൾക്ക് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതുതന്നെ വലിയ സമാധാനം. ചേച്ചി എങ്ങനെ ചേച്ചി 3 വർഷം ആ നരകത്തിൽ ജീവിച്ചത്? അമ്മു അത്ഭുതത്തോടെ ചോദിച്ചുപോയി. ജീവിതം അങ്ങനെയാണ് കുട്ടി. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ സംഭവിക്കുന്നത്. മോളുടെ കാര്യം തന്നെ കണ്ടില്ലേ. അജയെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലല്ലോ. പക്ഷേ നല്ല പയ്യനാട്ടോ. അല്ലെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് മോളെ രക്ഷിക്കുമോ? അമ്മു അജയുടെ ചിന്തകളിലേക്ക് ഊളിയിട്ടു. അതുകൊട്ടെ, ചേച്ചി ആരാണെന്ന് അമ്മായി ചോദിച്ചോ? രാകേഷ് സാർ പറഞ്ഞു ഞാൻ അവരുടെ അകന്ന ബന്ധത്തിലുള്ളതാ, അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നതാ എന്ന്. അത് നന്നായി. ഇല്ലെങ്കിൽ അമ്മായി ചേച്ചിയെ മറ്റൊരു കണ്ണിലേ കാണൂ. എൻ്റെ ചേച്ചി പെണ്ണി എങ്ങോട്ടും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചിയെ ആരൊക്കെയോ ചതിച്ചതല്ലേ. അജയെ പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു രക്ഷകൻ അവതരിക്കില്ലല്ലോ അമ്മു. അവതരിക്കും. ചേച്ചിയെ പൊന്നുപോലും നോക്കുന്ന ഒരാൾ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വരും. മാധുരി ഒരു പാഴ് പുഞ്ചിരി നൽകി. എനിക്കിനി അങ്ങനെ ജീവിതം ഉണ്ടാകില്ല കുട്ടി. മനസ്സും ശരീരവും കളങ്കപ്പെട്ട എന്നെപ്പോലൊരു പെണ്ണിനെ ഒരു പുരുഷനും സ്വീകരിക്കില്ല. അമ്മു സങ്കടത്തോടെ അവളെ നോക്കി. അത്രത്തോളം വേദനയുണ്ടായിരുന്നു ആ വാക്കുകളിൽ. കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും ബലി നൽകിയ പെണ്ണ് മറ്റുള്ളവർക്കായി ജീവിച്ചപ്പോൾ സ്വന്തം ജീവിതം ഒന്നുമല്ലാതായി പോയവൾ. അതൊക്കെ പോട്ടെ, ചേച്ചിയും ഞങ്ങൾക്കിപ്പോൾ നാട്ടിലേക്ക് വരണം. എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഒരു ചേച്ചിപ്പെണ്ണ് വേണ്ടേ? മാധുരിയുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു. അപ്പോൾ മറ്റേ കുട്ടിയോ? രാഖി. അമ്മുവിൻ്റെ മുഖം മങ്ങുന്നത് മാധുരി കണ്ടിരുന്നു. അവരുമായി എനിക്കത്ര അടുപ്പമൊന്നുമില്ല ചേച്ചി. പക്ഷേ അമ്മുവിനെ കാണാതായതറിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നല്ല ടെൻഷനും വിഷമവും ഉണ്ടായിരുന്നു. ഒരു പാവമാ. വലിയ വീട്ടിലെ ആളാണെന്ന ഗമയൊന്നുമില്ല. എന്നോട് വലിയ കാര്യമായിരുന്നു. അമ്മു എല്ലാം മോള് കേട്ടിരുന്നു. എന്നാൽ മോള് പോയി മുഖം കഴുകി പല്ലൊക്കെ തേച്ചുവാ. ശില്പ മാഡം മോൾക്ക് വേണ്ടി മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അമ്മു ബാത്റൂമിൽ കയറുമ്പോൾ മാധുരി ബെഡ് കുടഞ്ഞ് വിരിച്ചിട്ട് തിരിഞ്ഞപ്പോൾ കിച്ചു അകത്തേക്ക് വന്നു. കുഞ്ഞോളെവിടെടോ? പല്ല് തേക്കാൻ പോയി. താൻ വല്ലതും കഴിച്ചോ? ഇല്ല. നാളെ ഞങ്ങൾ നാട്ടിലോട്ട് പോകും. താൻ കൂടി വരണം. സച്ചിയും വരുന്നുണ്ട്. കൂടെ മറ്റേ പയ്യനില്ലേ,
പേര് മറന്നുപോയി. പസ്വാൻ. ആ, അവൻ തന്നെ. അവനും വരുന്നുണ്ട്. തനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടോ? മാധുരി വല്ലായ്മയോടെ അവനെ നോക്കി. ഇല്ല, ശില്പം മേഡത്തിൻ്റെ ഡ്രസ്സാണ് ഇടുന്നത്. ഇന്ന് അമ്മുവിനെയും കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. താൻ കൂടി വാ, ഡ്രസ്സ് എടുക്കാം. അത് വേണ്ട സർ. കിച്ചു കൈ കെട്ടി നിന്ന് അവളെ നോക്കി. പറയുന്നത് കേട്ടാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും. താനും റെഡിയായി നിൽക്കണം. കിച്ചു തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ശില്പ മസാലദോശ ഉണ്ടാക്കിയ കാസറോളുമായി കിച്ചുവിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. പിന്നാലെ കറിയും വെള്ളവുമായി മാധുരിയും. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ കൂടി. അജയ് വന്ന് കയറിയപ്പോൾ തന്നെ അമ്മുവിനെ നോക്കി. അവിടെയൊന്നും അവളില്ലായിരുന്നു. അമ്മു റൂമിലുണ്ട്, രാഖി ചിരിയോടെ പറഞ്ഞപ്പോൾ അജയ് ചമ്മി അവളെ നോക്കി. അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് അജയ് അമ്മുവിൻ്റെ റൂമിലേക്ക് നടന്നു. അജയ് റൂമിലെത്തിയപ്പോൾ അമ്മു അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ നിരാശയോടെ നോക്കിയിട്ട് ബെഡിലേക്കിരുന്നു. അവളുടെ കയ്യിലിട്ടിരുന്ന വള അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ ഗ്രാമത്തിൽ നിന്ന് വാങ്ങിയ വളയായിരുന്നു അത്. അവനൊരു പുഞ്ചിരിയോടെ വള കയ്യിലെടുത്ത് നോക്കി. അപ്പോഴേക്കും അമ്മു പല്ല് തേച്ച് മുഖം തുടച്ചുകൊണ്ട് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അമ്മു അവനെ കണ്ടൊന്ന് പതറിപ്പോയി. അവൾ കൂർപ്പിച്ചു നോക്കി മൂളിയപ്പോൾ അവൻ ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മി. അമ്മു മുഖം വക്രിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് തല ചീകി. തൊട്ടു പിന്നിൽ അജയ് വന്നു നിൽക്കുന്നത് കണ്ട് അമ്മു കണ്ണാടിയിലൂടെ അവനെ നോക്കി. ശരിക്കും ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നല്ലേ? അമ്മു അവനെ മേടിച്ചു നോക്കി. എല്ലാം നശിപ്പിച്ചു. അയ്യേ, നാണമില്ലാത്തവൻ. അമ്മു ചൂളിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഓ, എന്ത് നാണക്കേട്. കല്യാണം കഴിക്കുന്നവർക്കുള്ളത് തന്നെയാ. അജയ് മുഖം വീർപ്പിച്ച് പറഞ്ഞപ്പോൾ അമ്മു മുടി ചീകി കെട്ടി അവനെ നോക്കി. അപ്പം മനഃപൂർവ്വമായിരുന്നല്ലേ അവർ കെട്ടാൻ പറഞ്ഞപ്പോൾ കെട്ടിയത്? അതെ, അതിലെന്താ സംശയം? ഈ കരിമ്പ് കണ്ട് വേറൊരുത്തരും കടിക്കാൻ വരണ്ട, അതിന് ഞാൻ മതി. അജയ് അവൾക്ക് ഇരുവശത്തും കൈകുത്തി നിന്നുകൊണ്ട് അമ്മുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, പോ അങ്ങോട്ട്. എന്തൊക്കെയാ പറയുന്നേ? അമ്മു ചുവന്നു തുടുത്ത് അവനെ തള്ളി മാറ്റി ഓടിയതും അജയ് ചിരിച്ചുകൊണ്ട് ചുവരിൽ ചാരി നിന്നു. ചുവന്നു തുടുത്ത് അമ്മു ഹാളിലേക്ക് ഓടി വന്നതും എല്ലാവരെയും കണ്ടെന്ന് ചമ്മിപ്പോയി. അവളുടെ മുഖം കണ്ട് രാഖി കുസൃതിയോടെ ചിരിച്ചു. എവിടെയായിരുന്നു അമ്മു? വാ, വന്ന് കഴിക്ക്. ശില്പ വന്ന് വിളിച്ചപ്പോൾ അമ്മു തിരിഞ്ഞ് അജയെ നോക്കി. ഓ, ഇനി ഭർത്താവ് കഴിച്ചാലേ ഭാര്യ കഴിക്കൂ. കണ്ടില്ലേ പെണ്ണിൻ്റെ നോട്ടം? സുലോചന കളിയായി പറഞ്ഞപ്പോൾ അമ്മു മുഖം കുനിച്ചു നിന്നു. എങ്കിൽ രണ്ടാളും ഒരുമിച്ചിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ദിവസമല്ലേ? അജയുടെ അച്ഛൻ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ അച്ഛനറിയാം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന്. എന്നിട്ടാ ഇന്നലെ രണ്ടിടത്താക്കിയതല്ലേ? ഓ, അതാണോ എൻ്റെ പൊന്നുമോന് സങ്കടം? മോൻ്റെ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചോ. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ താലികെട്ട് കഴിഞ്ഞിട്ട് മതിയല്ല. അജയ് ചവിട്ടിക്കുലുക്കി ഡൈനിങ് ടേബിളിൻ്റെ കസേര വലിച്ച് നീക്കി കയറിയിരുന്നു. കിച്ചുവും രാകേഷും പരസ്പരം ചിരിച്ചുകൊണ്ട് നോക്കി. അമ്മു, നീയും പോയി അവൻ്റെ കൂടെ ഇരിക്കുക, ഇല്ലെങ്കിൽ അവൻ കൂടുതൽ ചമ്മു. ശില്പ കുസൃതിയോടെ പറഞ്ഞു. അമ്മു വന്ന് അടുത്തിരുന്നിട്ടും അജയ് മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. ഗുജറാത്ത് വരെ പോയി കൊള്ളക്കാരി അടിച്ചൊതുക്കിയ മുതലാണോ ഇങ്ങനെ LKG പിള്ളേരെ പോലെ? അയ്യേ, മോശം. മൂക്കത്ത് വിരൽ വെച്ച് അമ്മു പറഞ്ഞപ്പോൾ അജയ് അവളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ എന്താണെന്ന് മോൾ ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ. കെട്ടുടി അടയ്ക്കാക്കുരുവി. അജയ് അവളുടെ വിരൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മു അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു. ഓയ്യോ, നീ എന്നിട്ട് പട്ടട ജന്മമാണോ? അജയ് വിരൽ കുഴഞ്ഞുകൊണ്ട് ചോദിച്ചു. ചക്കിക്കൊത്ത ചങ്കരൻ. അജയുടെ അച്ഛൻ രണ്ടുപേരെയും നോക്കി പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ചിരിയോടെ അവരെ നോക്കി. അവരുടെ നോട്ടവും കുറുമ്പുകളും തല്ലും നോക്കിയിരിക്കുകയാണ് ഹരി. കിച്ചുവിനോടെന്ന പോലെയാണ് അമ്മു അജയോടും പെരുമാറുന്നത്. തന്നോട് പോലും അവൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയിട്ടില്ല. നീ ഭാഗ്യവാനാണ് അജയ്. കാരണം അമ്മു നിന്റേതാകാനായിരുന്നു വിധി. മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് ഹരി നോക്കിയപ്പോൾ രാഖി കൈകെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തേ, നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഹരി അവളോട് ഒന്നും പറയാതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഹരി. അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ഹരി കണ്ടില്ലേ അജയ്ക്ക് അവളെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. അവൾക്കൊരാപത്തും വരാതെ സംരക്ഷിച്ചു പിടിച്ചവനാ അജയ്. അങ്ങനെയാവണം ആണുങ്ങളായാൽ. ഏതവസ്ഥയിലും കൂടെയുള്ള പെണ്ണിനെ കൈവിടാത്തവനാണ് യഥാർത്ഥ പുരുഷൻ. രാഖി പ്ലീസ്. ഞാൻ പഴയതൊന്നും ഓർത്ത് അമ്മുവിനെ നോക്കിയതല്ല. അവർ തമ്മിലുള്ള കണക്ഷൻ നോക്കിയതാ. അമ്മു ഒരിക്കലും എന്നോട് ഇത്രയും ഫ്രീ ആയിട്ട് ഇടപെട്ടിട്ടില്ല. ഈ ലോകത്ത് അവൾ ഏറ്റവും ഫ്രീ ആയി ഇടപെടുന്നത് ഏട്ടനോടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അജയോടും. അതാ ഞാൻ നോക്കി നിന്നത്. ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ രാഖി. ഞാൻ ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. അമ്മു എൻ്റെ കഴിഞ്ഞ കാലമാണ്. അവളെ വേണ്ടാന്ന് വെച്ച് നിന്നെ തിരഞ്ഞെടുത്തത് ഞാനല്ലേ. ഞാനിനി നിന്നെ മറന്ന് ജീവിക്കില്ല. നമ്മളൊന്നിച്ചുള്ള ഒരു ജീവിതം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം. എന്നെ നീയൊന്ന് മനസ്സിലാക്ക്.
നിസ്സഹായനായ ഹരി പറഞ്ഞപ്പോൾ രാഖി അവനെ ഇറുക്കെ പുണർന്നു. ഹരിയും അവളെ ചേർത്ത് പിടിച്ചു. ഈ കാഴ്ച കണ്ട് കിച്ചു പുഞ്ചിരിയോടെയും ആശ്വാസത്തോടെയും തിരിച്ചു നടന്നു. വൈകുന്നേരത്തെ ട്രെയിനിൽ നാട്ടിലേക്ക് തിരിക്കാനായിരുന്നു കിച്ചുവിൻ്റെ പ്ലാൻ. ഏട്ടാ, നമുക്ക് ഫ്ലൈറ്റിൽ പോയാലോ? അമ്മുവിന് ഒന്നാമത് നല്ല ക്ഷീണമുണ്ട്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ലേ? ഹരി പറഞ്ഞപ്പോൾ കിച്ചു തൂങ്ങി നിളമോളോട് കൊഞ്ചിക്കൊഴിഞ്ഞിരിക്കുന്ന അമ്മുവിനെ നോക്കി. അതാ ഏട്ടാ എനിക്കും അഭിപ്രായം. സീസൺ സമയം ആയതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് കിട്ടാനില്ല. രാഖി കൂടി പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് അവനും തോന്നി. എങ്കിൽ അങ്ങനെയാവട്ടെ. എപ്പോഴാണ് ഫ്ലൈറ്റിൽ നിന്ന് നോക്ക്. അതൊക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം. ഏട്ടൻ ധൈര്യമായിരുന്നുള്ളൂ. രാഖി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ കിച്ചുവും ഒരു പുഞ്ചിരി നൽകി. കേട്ടോ നിലക്കുട്ടി, മോളുടെ ഈ കുഞ്ഞമ്മയുണ്ടല്ലോ, കാണുന്ന പോലൊന്നുമല്ല, വിളഞ്ഞ വിത്താ. നിളയെ കയ്യിലെടുത്ത് വെച്ച് അജയ് ഇറുകണ്ണിട്ട് അമ്മുവിനെ നോക്കി പറഞ്ഞു. കുഞ്ഞമ്മയോ? അമ്മു ചോദിച്ചു. പിന്നെ നീ ഇപ്പം മോളുടെ കുഞ്ഞമ്മയോ? അവളുടെ കൊച്ചൻ്റെ ഭാര്യ. അജയ് കെറുവോടെ പറഞ്ഞു. ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഞാൻ നിന്റെ കുഞ്ഞമ്മയായല്ലോ നിലക്കുട്ടി. അമ്മു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ അജയ് ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി. ആ കുണ്ടകൾക്ക് ഏതായാലും ആള് മാറി തട്ടിക്കൊണ്ടു പോയത് നന്നായി അല്ലേ നിലക്കുട്ടി? ഒറ്റ ഇടി വെച്ച് തന്നാലുണ്ടല്ലോ നന്നായി പോലും. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ കാലിന് എൻ്റെ കഴുത്തിൽ കൊലക്കയറിട്ടേനെ. അമ്മു ഒരു ഉൾക്കിടലത്തോടെ ഓർത്തുകൊണ്ട് പറഞ്ഞു. നിന്നോട് ആരെങ്കിലും ഇറങ്ങി ഓടാൻ പറഞ്ഞോ? അപ്പോഴേക്കും ഏട്ടന്മാർ എത്തിയില്ലേ? അവർ വരുന്നത് നോക്കി ഞാൻ അവിടെ നിൽക്കണമായിരുന്നോ? രണ്ടുപേരും അതും പറഞ്ഞ് വഴക്കിടാതെ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. മാധുരി കേസരിയുമായി അവർക്കടുത്തേക്ക് വന്നു. മധുക്കുട്ടി വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? അമ്മു മാധുരിയുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വരണം മോളെ. എനിക്ക് ഒന്നും പറയണ്ട, കൂടെ വന്നേ പറ്റൂ. അമ്മു 4 മണിക്കാണ് ഫ്ലൈറ്റ്. കിച്ചു വന്ന് പറഞ്ഞപ്പോൾ അമ്മു അവനെ നോക്കി. ഫ്ലൈറ്റിലോ? എനിക്ക് പേടിയാ. നമുക്ക് ട്രെയിനിൽ പോവാം.